നമസ്കാരം. സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലുലോയിഡിന്റെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിഷു ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ ബ്ലെസ്സി സർ. ഭയങ്കര ആരാധനയോടുകൂടി കുറച്ച് പേടിയോടും കൂടിയിട്ടൊക്കെയാണ് ഞാൻ ഇന്ന് ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത്. സാർ, ആക്ച്വലി ഇന്ന് ഈ ഇൻ്റർവ്യൂവിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ ഇൻസ്റ്റഗ്രാം നോക്കുന്ന സമയത്താണ് നമ്മുടെ പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ആടുജീവിതം 100 crore ക്ലബ് വേൾഡ് വൈഡ് എത്തിയിരിക്കുകയാണെന്ന്. അപ്പം ആ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് തന്നെ ആ ഒരു മൊമെൻറ്റിൽ സാറിന് എന്താണ് തോന്നുന്നതെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. കാരണം ലോകമെമ്പാടും ഉള്ള സിനിമാ പ്രേക്ഷകർ ആടുജീവിതത്തിനെ ഗോഡ് ലൈഫിനെ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ്. എനിക്ക് തോന്നുന്നു ഒരു 8-9 ദിവസത്തിനുള്ളിൽ ആ ഒരു ലെവലിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ അത്രയധികം ആൾക്കാർ സിനിമ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിലെ തന്നെ വളരെ ചുരുക്കം സിനിമകൾക്ക് കിട്ടുന്ന അപൂർവ ഭാഗ്യമാണ്. ആ ഭാഗ്യം ആടുജീവിതത്തിനുണ്ടായി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിമാനമുള്ള കാര്യമാണ്. ആ ഒരു ഹാർഡ് വർക്കൊക്കെ ഫൈനലി പേ ഓഫ് ചെയ്തു തുടങ്ങുന്നത് ഇനിയും തീർച്ചയായിട്ടും 200-300 കോടികളൊക്കെ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ മാത്രമേ ഈ പടം മുതലാകത്തുള്ളതാണ്. കാരണം വളരെ ഒരു വലിയ ബഡ്ജറ്റ് ഉള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അമിതമായ ഇതിലൊന്നും നമുക്ക് വർക്കൗട്ടായി വരണമെന്നുണ്ടെങ്കിൽ ഇനിയും വലിയ ഇതിലേക്കൊക്കെ കടന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു 3 മാസക്കാലം ഒരു വലിയ ക്രൂ ജോലിയൊന്നും ഇല്ലാതെ അവിടെ അലേണ്ടി വന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഭാരിച്ച സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സാർ. ആക്ച്വലി ഇത് റിലീസായ ഈ ഒരു സമയം എനിക്ക് ആക്ച്വലി തോന്നുന്നു ഈസ്റ്റർ ആയാലും വിഷു ആയാലും പെരുന്നാളായാലും അത് ആഘോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് സാറിൻ്റെ കയ്യിൽ നിന്നും രാജുവേട്ടൻ്റെ കയ്യിൽ നിന്ന് ഗോട്ട് ലൈഫിൻ്റെ ഹോൾ ക്രൂവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മാനം പോലെയാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ ഒരു ഈദുൽ ഫിത്തർ സമയത്ത് ഈ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയങ്ങളിലൊക്കെ എനിക്കൊന്ന് ഈ ഇഫ്താറിനൊക്കെ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് പെരിയോനെ റഹ്മാനെ എന്ന് പറയുന്ന പാട്ടാണ്. അപ്പം അത് ഒരു റഹ്മാൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കുള്ള ഒരു വലിയൊരു ആഘോഷമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. സാറിൻ്റെ കരിയറിൽ ഒരു പക്ഷേ സാറിനെ ഇത്രയും അധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു ഫിലിം ഗോട്ട് ലൈഫ് ആയിരിക്കുമോ? അങ്ങനെയല്ല, എല്ലാ സിനിമയും നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആ സിനിമ ചെയ്യാനായിട്ട് താല്പര്യപ്പെടത്തില്ല. അപ്പം ഓഫ് കോഴ്സ് എപ്പോഴും ഇതിനെക്കാട്ടും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ലേ ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ. കാരണം ഞാനൊരു 10-18 വർഷക്കാലം ഇങ്ങനെ ഈ സിനിമയ്ക്ക് വേണ്ടി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ഒരു ആദ്യ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു സ്വപ്നമാണല്ലോ. അപ്പം അങ്ങനെ ഓരോ സിനിമയ്ക്കും കാഴ്ചയ്ക്ക് അങ്ങനെ ഒരു വലിയൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിൽ തന്മാത്രയായപ്പോഴത്തേക്ക് അതൊരു വേറൊരു രീതിയും ഒരു കഥ വേറൊരു മലയാള സിനിമയിലേക്ക് മറ്റൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിനെ എഴുതാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെയാണ് എനിക്കുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ്. അത് എഴുതാൻ സാധിച്ചു. മോഹൻലാലിനെ പോലൊരു നടൻ്റെ ഏറ്റവും കരിയറിലെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ പറയുന്നത് ഒരു ഫിലിം മേക്കറിന് വലിയൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അങ്ങനെ എല്ലാ സിനിമയ്ക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു എക്സൈറ്റ്മെൻറ്റിലേക്ക് അതിൻ്റെ ഈ വിജയത്തിൻ്റെ ഒരു റിയാലിറ്റിയിലേക്കുമൊക്കെ ഞാൻ അടുക്കുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോഴും ഈ ബാക്കിയുള്ള പല കാര്യങ്ങളിൽ ഇങ്ങനെ
അതിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. രാജുവേട്ടൻ ഒരു പ്രസ് മീറ്റിൽ എന്തോ പറയണ്ടേ, പോക്കി രാജയുടെ സെറ്റിലിരിക്കുമ്പോഴാണ് സാർ ഈ കഥ അദ്ദേഹത്തോട് പറയുന്നതെന്ന്. അപ്പോൾ അന്നത്തെ സമയത്ത് കാലത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു യൂത്ത് ആക്ടറാണ്. പക്ഷേ ഇന്ന് ദ യൂത്ത് ആക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് മലയാളത്തിൽ ഇത്രയും ഫേം ആയിട്ടുള്ളൊരു ഗ്രിപ്പുള്ള, അല്ലെങ്കിൽ ഹോംബാലെ ഫിലിംസിലേക്ക് ജസ്റ്റ് ഒരു കോൾ ഇസ് ഇനഫ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പം അത്രയും വലിയൊരു ആക്ടറാണ് ഇന്ന് അദ്ദേഹം. അപ്പം അന്ന് അദ്ദേഹത്തോട് ഈ കഥ നറേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു നടനിലുള്ള ഗ്രോത്തിനെ സാറ് മുന്നിൽ കണ്ട ആ ഒരു കോൺഫിഡൻസിലായിരുന്നു നജീബ് എന്നൊരു കഥാപാത്രത്തെ വിശ്വസിച്ച് ഏൽപ്പിച്ചത്? ആ സമയത്ത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നതാണ്, പൃഥ്വിരാജ് ആണോ ഈ സിനിമയ്ക്ക് പറ്റിയ ആളെന്നുള്ള രീതിയിൽ. കാരണം വളരെ സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ, പ്രത്യേകിച്ച് പുസ്തകത്തിലെ കാരിക്കേച്ചർ കാണുമ്പോൾ ആ നജീബിൻ്റെ മുഖം അല്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആൾക്കാർ പെട്ടെന്ന് ഇത്. അപ്പോൾ ആ പുസ്തകത്തിൽ കാരിക്കേച്ചർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റിയൽ നജീബുമായിട്ട് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയല്ലല്ലോ. പക്ഷേ ഇതിന് ഏറ്റവും ആവശ്യമായിട്ടുണ്ടായിരുന്നത് ഒരു നടൻ്റെ ഒരു സമർപ്പണമാണ്, ഡെഡിക്കേഷനാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ പല നടന്മാർക്കും വേണമെങ്കിൽ ചെയ്യാമായിരിക്കാം, പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു അത്ര ഒരു ഡെഡിക്കേഷൻ ആവശ്യമുണ്ടെന്ന് ആ സമയത്ത് തന്നെ ഇതൊരു 3-4 ഷെഡ്യൂളായിട്ട് തന്നെ വെരി ബിഗിനിങ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻസ്, നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉൾക്കരുത്ത് മനസ്സിലാക്കുന്ന ഒരാൾക്കാണ് ഏറ്റവും പറ്റുക. പിന്നെ വളരെ ഒരുപാട് ബുദ്ധിപരമായ നീക്കങ്ങൾ, ചിന്തകൾ ആവശ്യമുള്ളൊരു കഥാപാത്രം കൂടാണ്. ഓരോ സീൻ കഴിയുമ്പോഴും ഇതിൻ്റെ എനർജി ലെവൽ കുറയുന്നു. അതിൻ്റെ അനുസരിച്ചുള്ള ചേഷ്ടകളിൽ, ആംഗ്യങ്ങളിൽ ഒക്കെ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കണം. അതൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ കഴിവുള്ള ഒരു നടൻ എന്നുള്ള രീതിയിൽ ആ സമയത്ത് തന്നെ നമുക്ക് തോന്നിയോണ്ട് മാത്രമാണ്. 16 years എടുത്തിട്ടാണ് ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്ന ഫിലിം ഫൈനലി നമ്മളിലേക്ക് സാർ എത്തിച്ചത്. ഇതുപോലെ തന്നെ സാറിൻ്റെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിലിമാണ് കളിമണ്ണ് എന്ന് പറയുന്ന സിനിമ. അതിൽ ശ്വേതാ മേനൻ എന്ന് പറയുന്ന ആ ഒരു നടി അവരുടെ ഒരു പ്രഗ്നൻസി ടൈം, അതിനുശേഷം വാവയുണ്ടായി, ഒരു റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും സെറ്റിലേക്ക് ജോയിൻ ചെയ്ത് ആ ഫിലിം കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സാറിൻ്റെ ഒരു കരിയർ നോക്കുമ്പോൾ ഉള്ള ഫിലിംസിന് വളരെയധികം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഇതിന് വളരെയധികം ക്ഷമയും പേഷ്യൻസും എല്ലാം വേണം. അതിൻ്റെ ഒരു ത്രില്ല്, ഇത് ഫൈനലി സ്ക്രീനിലെത്തി പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന ഒരു റിവ്യൂ ആണ് അതിൻ്റെ ത്രില്ല്. നമ്മൾ ഒരു സിനിമയും മറ്റൊരു സിനിമയും തമ്മിൽ ഒരുപാട് ദൂരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നമ്മൾ പറയാത്ത സിനിമകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നതും ഒരു വലിയ കാര്യം. അപ്പം അത് തിരഞ്ഞെടുക്കുന്നതിലുണ്ടായ പ്രയാസങ്ങളാണ്. അപ്പം അത് നല്ല രീതിയിൽ, പ്രത്യേകിച്ച് പ്രേക്ഷകരിലേക്ക് നല്ല രീതിയിൽ എത്തുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സർ, രാജുവേട്ടൻ പറയണ്ടായി അദ്ദേഹത്തിൻ്റെ മാക്സിമം ആണ് ഈ സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നന്നായിട്ട് ഇനി നജീബിനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, ഞാൻ എൻ്റെ മാക്സിമം ഇട്ടാണ് ഈ ഫിലിമിൽ ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയണ്ടായി. അപ്പം പൃഥ്വിരാജ് എന്നുള്ള ഒരു നടൻ്റെ ഈ ഒരു ഗ്രോത്ത് ഈ ഒരു 16 വർഷം സാറ് ഒപ്പം ഉണ്ടായിരുന്നത് കാണുകയാണ്. എങ്ങനെയാണ് ലൈക്ക് അദ്ദേഹത്തിൻ്റെ ദ ബെസ്റ്റ് പുറത്ത് കൊണ്ടുവന്ന ഒരു ഡയറക്ടർ എന്ന രീതിയിൽ സാർ അതിനെ നോക്കി കാണുന്നത്? വളരെയധികം ഭംഗിയായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതിന് നമ്മളൊരു വലിയൊരു സ്റ്റഡി തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വളരെ ചെറിയ മൈന്യൂട്ടായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു ഡയലോഗ് പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള എന്തെങ്കിലും കൂടുതൽ ഒരു വൈകാരികമായ ഡ്രാമാറ്റിക് മൊമെൻറ്റ്സുകളൊന്നും, ഒരു കോൺഫ്ലിക്റ്റുകളൊന്നും അങ്ങനെ വരുന്നില്ലല്ലോ. പക്ഷേ ഒരു ആളുടെ മാനസികമായി അയാൾ മറ്റൊന്നായി മാറിയിട്ട് അയാൾ തിരിച്ച് ഗ്രാജുവലി ജീവിതത്തിലേക്ക് മടങ്ങുക, ഒരു മൃഗമായ ഒരാൾ ഗ്രാജുവലി. അപ്പോൾ ഈ പ്രോസസ്സാണ് ശരിക്കും ഒരു ആക്ടിങ്ങിലൂടെ അദ്ദേഹത്തിന് നേടിയെടുക്കുകയും അത് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആൾക്കാർ തിയേറ്ററിൽ പൊട്ടിക്കരയുന്നത്.
AR റഹ്മാൻ സാറിന് ആദ്യം ഒരു പാട്ടും ഇതിൻ്റെ റീ റെക്കോർഡിങ്ങും ചെയ്യാനായിട്ടായിരുന്നു പോയിരുന്നത്. പിന്നീട് അദ്ദേഹം ദ ഹോൾ മ്യൂസിക് ഓഫ് ആടുജീവിതം ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ കേട്ടിരുന്നു. അപ്പം എങ്ങനെയാണ് സാർ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളതിൽ വളരെ ഒരു അത്ഭുതം ഉളവാക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിൻ്റെയും എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു പെർഫെക്ഷനെക്കുറിച്ചും എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചും പറയുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്ന ജോലിയിൽ കാണിക്കാറുള്ളത്. അപ്പം അദ്ദേഹത്തിന് ഈ പറയുന്ന വിഷയം ഇതിനോടുള്ള ഒരു വലിയ, അല്ലെങ്കിൽ സിനിമയോടുള്ള ഒരു വലിയൊരു താല്പര്യമുണ്ട്. ആ ഒരു താല്പര്യം കൊണ്ടാണ് ഞങ്ങളൊരു ലാസ്റ്റ് ഷെഡ്യൂൾ നമ്മൾ ജോർജാനിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു 2-3 ദിവസം നമ്മളോടൊപ്പം ഷൂട്ടിങ്ങിന് വന്ന് നിൽക്കുകയും അതെനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു ലൈഫിൽ തന്നെ ആദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സെറ്റിൽ പോയി അത്രയും സമയം സ്പെയർ ചെയ്യാമെന്നുള്ളത്. ഒപ്പം തന്നെ ഈ പെരിയോനെ റഹ്മാനെ പാട്ടുകളൊക്കെ കുറച്ച് 3-4 വരികൾ മാത്രം ചെയ്യാൻ ഉദ്ദേശിച്ച് സിനിമയിൽ അത്ര ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെങ്കിൽ അതൊരു പ്രോസസ്സായിട്ട് വളരെ ആദ്യം ഒരു 4 വരി മാത്രമാണ് റഫീക്ക് എഴുതി കൊടുത്തത്. അപ്പം ഇത് പാട്ടുകൾ ആദ്യം എഴുതിയിട്ട് ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനൊരു കുറച്ച് ഹമ്മിങ്ങും മറ്റു കാര്യങ്ങളിലൊക്കെ ആദ്യം ഞാൻ ആ സിറ്റുവേഷനിൽ ഏതോ ഒരു കാലത്തെ ആ ഒരു 90കളിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കത്തുപാട്ട്, മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചിരുന്നു. വളരെ മറ്റേ ആരുടെയെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു പാട്ട് തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതെനിക്ക് കൃത്യമായി എത്താതിരുന്നൊരു സമയത്താണ് എന്തുകൊണ്ട് റഹ്മാൻ സാറിനെ കൊണ്ട് അങ്ങനൊരു സിറ്റുവേഷൻ പറഞ്ഞൊരു പാട്ട് ചെയ്യാം അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുക്കാൻ. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് നമുക്കിത് വരികൾ എഴുതിയതിന് ശേഷം ട്യൂൺ ചെയ്യാം. അങ്ങനെയാണ് റഫീക്ക് ആദ്യത്തെ ഒരു 3-4 വരികൾ എഴുതി അയക്കുന്നത്. അപ്പോൾ ഞാനത് സിറ്റുവേഷൻ പറഞ്ഞതനുസരിച്ച് അപ്പോൾ അതിനോട് ചേർന്ന് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു വലിയൊരു അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് ഉണ്ടായി എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അദ്ദേഹമാണ് ഈ പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം എന്ന് പറഞ്ഞ ആ 2 ലൈൻസ് ആഡ് ചെയ്ത് ആ പാട്ടിനോടൊപ്പം. ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് സാർ ഇതിനു മുമ്പ് സാറിൻ്റെ ഇൻ്റർവ്യൂസിലോ എപ്പോഴോ പറഞ്ഞിട്ടുള്ള ഒരു ഫ്യൂ വേർഡ്സ് ആണ് കേട്ടോ സാർ. വാക്കുകൾ ഇടറുന്നിടത്ത് ഭാവങ്ങളാണ് കഥ പറയേണ്ടത്. അപ്പം ഈ ഒരു തീരുമാനത്തിലേക്ക് സാർ എത്തിയത് എങ്ങനെയാണ്? അതായത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബോഡി ലാംഗ്വേജ്. ഇതൊന്നും നമുക്കൊരു ബോധപൂർവമായി നമ്മൾ സൃഷ്ടിക്കുന്നതല്ല. അങ്ങനെയാണല്ലോ ഓരോരുത്തരുടെയും സിനിമ വ്യത്യസ്തമാകുന്നത്. എനിക്കൊരുപാട് ഭാഗ്യങ്ങൾ കിട്ടിയ ഒരാളായിട്ട് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. കാരണം എൻ്റെ സിനിമയിൽ അഭിനയിച്ച എല്ലാ നടന്മാർക്കും നടിമാർക്കും ആ സിനിമയിലുടേതായിട്ടുള്ളൊരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കാഴ്ചയിലെ മാധവനാണെന്നുണ്ടെങ്കിൽ മാധവൻ എപ്പോഴും മാറി നിൽക്കുന്ന ഒരു മുഖമുണ്ട്. തന്മാത്രയിലെ രമേശൻ നായർക്കും അങ്ങനെ തന്നെയാണ്. മോനിച്ചനും പളുങ്കിലെ മോനിച്ചനും അങ്ങനെയാണ്. അപ്പം കൽക്കട്ട ന്യൂസിലെ ദിലീപിൻ്റെ ക്യാരക്ടറും അങ്ങനെ എല്ലാ ക്യാരക്ടറിനും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം സാധാരണ ചെയ്യുന്നതിനൊക്കെ ഉണ്ട്. അപ്പം ഒരു ഡയലോഗ് സംസാരിക്കുന്നത് പോലും ഇപ്പോൾ ഈ സിനിമയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെക്കുന്ന ഒരു ഡയലോഗ് അങ്ങനെ കൃത്യമായി പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതാണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആശയം. ഈ ആശയത്തിനെ ഉൾക്കൊണ്ടിട്ട്, കാരണം എനിക്ക് വിറയലുണ്ടാകാം, തപ്പലുണ്ടാകാം, മറന്നു പോയിട്ടുണ്ടാവാം, സംസാരിക്കാതെ അത് തന്നെയല്ല ഈ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നതെന്ന് അങ്ങനെയല്ല. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു ഐ കോണ്ടാക്റ്റൊക്കെ. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. പ്രതീക്ഷയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ആശയം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്ലസൻ്റായിട്ട് നമ്മൾ സംസാരിക്കുക. സാർ, അതേപോലെ തന്നെ സാറിൻ്റെ സിനിമകളിൽ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആയിട്ടുള്ള പളുങ്ക ആയിക്കോട്ടെ, ഭ്രമരം ആയിക്കോട്ടെ, തന്മാത്ര, ഈ സിനിമകളിലൊക്കെ തന്നെ ലൈക്ക് ഒരു അച്ഛൻ മക്കൾ അല്ലെങ്കിൽ അമ്മ മകൾ ഈ ഒരു റിലേഷൻ ഭയങ്കരമായിട്ട് കാണിക്കുന്ന പോർട്രേ ചെയ്യുന്ന ഫിലിംസാണ് ഇതെല്ലാം. അപ്പോൾ ബാല്യകാലത്ത് സാറിന് മിസ്സായി പോയ കുറേ കാര്യങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണോ ഈ ഒരു ഫിലിംസിലൂടെ എപ്പോഴും ശ്രമിക്കുന്നത്?
ഞാൻ ബേസിക്കലി ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല. ഞാനൊരു സാധാരണ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വന്നിട്ട് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിട്ട് ചേർന്ന് ആരുടെ നിന്നും ഒരു സ്ക്രിപ്റ്റ് കിട്ടാതെ അലഞ്ഞ് നടന്നിട്ട് അവസാനം ഗതികെട്ട് എഴുതിപ്പോയ ഒരു എഴുത്തുകാരനായ ഒരാളാണ് ഞാൻ. എൻ്റെ ആദ്യ സിനിമയൊക്കെ അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്, പ്രത്യേകിച്ച് മമ്മൂക്കയാണ് എന്നോട് എഴുതാൻ പറഞ്ഞത്. എന്നെ ഒരു എഴുത്തുകാരനാക്കിയത് മമ്മൂക്കയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ചോദ്യത്തിനെക്കുറിച്ച് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്ന എൻ്റെ അമ്മയാണ്. പക്ഷേ എൻ്റെ സിനിമകളിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് അച്ഛനാണ്. ഇതൊരു അനലൈസ് ഒരുപാട് പേര് പറയുകയും ഞാനും ചിന്തിച്ചിട്ടുള്ളതാണ്. കാരണം അച്ഛൻ എനിക്ക് 3 വയസ്സുള്ളപ്പോൾ നഷ്ടപ്പെട്ടാണ്. അപ്പോൾ അച്ഛനെക്കുറിച്ച് എനിക്കൊരു ആ കാലത്ത് ഒരു വലിയ കൃത്യമായ, ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു ഫോട്ടോയാണ് അച്ഛൻ്റെ ഞാൻ കണ്ടിട്ടുള്ളത്. എന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്നതോ എന്നെ കൂടെ ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ളൊരു ഒരു വിഷ്വൽ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഒറ്റ ഇമേജേ ഉള്ളൂ എൻ്റെ മനസ്സിൽ അച്ഛൻ. ചിലപ്പോൾ ഞാൻ മനസ്സിൽ ഒരുപാട് ഇങ്ങനെ കൂട്ടി വെക്കുന്നുണ്ടാവും. അതറിയാതെ സിനിമയായി മാറുന്നതായിരിക്കാം എനിക്ക് തോന്നുന്നു. അമ്മയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അമ്മ പറയും, അച്ഛനില്ലാതെ വളർന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അമ്മ. പക്ഷേ എനിക്കൊരു 16 വയസ്സ് വരെ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു വേദനയായിട്ട് മാറുന്ന ഒരു ഡയറക്റ്റ് പ്രോസസ്സല്ല. ബട്ട് എൻ്റെ അച്ഛൻ കഥാപാത്രങ്ങൾ, പക്ഷെ ഞാൻ നല്ലൊരു അച്ഛനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരു അച്ഛൻ വലുതാണ്. ആ ഒരു ഇമോഷനോട് കൂടി സാർ അതിനെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇന്നും പളങ്ങ് കണ്ടാൽ ഞാൻ കിടന്ന് കരയും. എനിക്ക് അത്രയും ഞാൻ സ്പെഷ്യലി ഭയങ്കര അച്ഛൻകുട്ടിയാണ്. അപ്പോൾ സാറിത് പറയുമ്പോൾ കൂടി എനിക്ക് സങ്കടമാവുന്നത് അതുകൊണ്ടാണ്. അപ്പം ആ ഒരു ഇമോഷനോട് കൂടി തന്നെ നമ്മളിലേക്ക് അത് എത്തുന്നത് അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പം ആടുജീവിതം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പ്രേക്ഷകർ വീണ്ടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സൈനുവും നജീബും തമ്മിലുള്ള ഭാഗങ്ങൾ, അതായത് അവരുടെ ഒരു പ്രണയം ഇൻഡെപ്ത് നമുക്ക് കുറച്ചും കൂടെ അറിയാനായിട്ട് ഇനിയൊരു സ്കോപ്പ് ഉണ്ടോയെന്ന്. അതൊരു തമാശ പോലെയാണ്. ഞാനൊരു തമാശ പോലെ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ കൂടുതലായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഈ നമുക്ക് കിട്ടുന്ന ഒഴിവുകളിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കൂട്ടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ 1-2 സീനുകൾ ഡബ് ചെയ്യേണ്ടി, ലൈവ് സൗണ്ടാണ് ഉള്ളതെങ്കിൽ പോലും ചില മഴയത്തുള്ള ഷൂട്ട് ചെയ്തതിൻ്റെ അകത്തെ ചില പോർഷനൊക്കെ ഡബ് ചെയ്യാനായിട്ട് സൈനു, ഞാനെപ്പോഴും എൻ്റെ ഈ കഥാപാത്രങ്ങളുടെ പേരാണ് ഇവരെ വിളിക്കാറുള്ള. ഹക്കീം എന്ന് തന്നെ വിളിക്കുക. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അമല വന്നപ്പം ഞാൻ അമലടുത്ത് പറഞ്ഞു, അമല എനിക്കിങ്ങനെ ഇവരെല്ലാവരും ഈ നജീബിൻ്റെ കഷ്ടതയെ പറയുമ്പോൾ സൈനു ഒരു 3 വർഷക്കാലം നാട്ടിൽ കിടന്ന് എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും. ഒരു പ്രഗ്നൻ്റ് ലേഡി, ഭർത്താവിനെക്കുറിച്ച് മിസ്സിങ്, അപ്പോൾ അതിനോടൊപ്പം അവളുടെ ഉമ്മ മരിക്കുന്നു, വീട്ടുകാരുടെ സപ്പോർട്ടില്ല, സുന്ദരിയായൊരു പെൺകുട്ടി തനിച്ചാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു അലച്ചിൽ, തേടൽ, അവിടെ സഹായിക്കാൻ വരുന്ന ആൾക്കാരുടെ എന്നൊക്കെ പറയുന്നതുകൊണ്ട് നമുക്കൊരു വലിയൊരു ഡ്രാമ അതിനകത്തുണ്ട്. പിന്നീട് അപ്രതീക്ഷിതമായി വരുമ്പം ഇവരേത് അവസ്ഥയിലായിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനൊരു വലിയൊരു കഥയുണ്ട് ഇതിന് പിന്നിൽ. പക്ഷേ നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വിഷു സ്പെഷ്യലായിട്ടാണ് സാറിനെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം സാറിൻ്റെ ഒരു ഫോണ്ട് വിഷു മെമ്മറി ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് ആടുജീവിതത്തിൻ്റെ സെറ്റിൽ വിഷു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. വിഷു ആഘോഷിക്കാൻ ഞാൻ ജോർദാനിൽ എത്തേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞങ്ങളവിടെ ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററും ആഘോഷിച്ചു. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് വിഷു വരുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ വിഷു ആഘോഷിക്കുക? അപ്പോൾ അവിടെയാണ് ഈ സർവൈവൽ, ഇല്ലായ്മയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കണി കൊന്നയിലുള്ള പൂക്കളെ പോലെ തന്നെ ഈ മഞ്ഞ തുണി വെച്ചിട്ടിങ്ങനെ പൂക്കൾ കട്ട് ചെയ്ത് ഇതുപോലെ ഇതെന്നെ എനിക്ക് തോന്നുന്നു ഇതിലും ഭംഗിയായിട്ട് ഒരു റീക്രിയേറ്റ് ചെയ്യുകയും ഒരു ശ്രീകൃഷ്ണൻ്റെ പടമൊക്കെ എന്നുവെച്ചാൽ നമുക്ക് അതിനൊരു ഇതില്ലാത്തതുകൊണ്ട്
പടമൊക്കെ ആ ഡയറക്ടർ പ്രശാന്ത് വരച്ച് ഒരു ഇത് ഫ്രെയിമൊക്കെ ഇട്ട്. അപ്പം കോടിയില്ലല്ലോ നമുക്ക്. അപ്പോൾ അതിന് കോസ്റ്റ്യൂമിൽ നിന്ന് എന്തോ ഒരു ചെറിയ, അപ്പം ഇതിൻ്റെ അകത്ത് അങ്ങനെ മുണ്ടും ജിബ്ബ ഇത് ഒന്നും വെക്കേണ്ടി തോർത്തൊന്നും വെക്കേണ്ടിയായിട്ട്, പക്ഷേ ഏതോ ഒരു തോർത്ത് മറ്റോ നമ്മൾ കോടിയായിട്ട് നമ്മൾ പൊതിഞ്ഞ് വെച്ച്. പിന്നെ ഫ്രൂട്ട്സ് കാണുമല്ലോ, ഫ്രൂട്ട്സ് അവിടെ എവിടെയാണ് നമുക്ക് ഈ മാങ്ങായും മറ്റു കാര്യങ്ങളൊന്നും ആ സമയത്തൊന്നും, കുറച്ച് ആപ്പിളും അങ്ങനെയൊക്കെയുള്ള കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് ചെറിയൊരു ഉരുളി പോലെ ഒരു പാത്രമൊക്കെ ഉണ്ടാക്കി ഇവർ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പൊക്കോ സാറ് പൊക്കോ, നമ്മൾ ഈ കണി വെക്കുന്നതിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഇതിങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നുള്ളൂ. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ പുറത്ത്, അപ്പം എല്ലാവർക്കും ചെറിയ ചെറിയ ഹട്ടുകളാണ്. അപ്പം എൻ്റെ ഹട്ടിൽ ഞാൻ മാത്രം ഒരു പാട്ട് കേൾക്കുന്നു, കണി കാണും നേരം. ഞാനങ്ങനെ കണി കാണുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. അപ്പം ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നുകൊണ്ട് വളരെ മനോഹരമായി ആ പാട്ടിങ്ങനെ കേൾക്കുക. നമ്മൾ തുറന്ന് നോക്കുമ്പോൾ പുറത്താരുമില്ല, താഴെ ഈ കണി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യത്തെ അങ്ങനെ കണി കാണുന്നത് ഒരു പ്രഭാതത്തിലേക്ക് ഉണരുന്ന നിമിഷങ്ങളിൽ കണി കാണുന്നത് ആദ്യമാണ്. അതിനുശേഷം നമ്മളതിന് ദക്ഷിണയൊക്കെ കൊടുത്ത് വിടുകയും. ജോർദാനിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു അനുഭവമാണ്. അവിടുത്തുകാരൊരു 10 രൂപ പേര് ഞങ്ങളോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 2020 കൊറോണ കാലത്താണ് ഞാൻ ഏറ്റവും അധികം ഈ വിഷു ദിനം ഞങ്ങൾ പിന്നെ പകൽ അവർ ഈ കിച്ചണിൽ കയറി, ജോർദാൻ അവരുടെ ഇതിൽ കയറി ഇത് പായസമൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ഒരു ചെറിയ രീതിയിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് അവരവർക്കറിയാവുന്ന രീതിയിലുള്ള ഒരു നാടൻ ഇതൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മുടെ ഒരു ഇല്ലായ്മകളിൽ അല്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന് കരുതുന്നിടത്ത് നമ്മുടെ ആഘോഷങ്ങളെ ജീവിതത്തിനെ തിരിച്ചു പിടിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും അത്തരത്തിലുള്ളതായിരിക്കണം ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള കാരണം ഓരോ ആഘോഷങ്ങളും നമുക്ക് അങ്ങനെയുള്ളതായിരിക്കണം. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാ ആൾക്കാർക്കും എൻ്റെ വിഷുദിന ആശംസകൾ. താങ്ക് യു സോ മച്ച് സർ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത്ര നല്ലൊരു സിനിമ തന്നതിലും ആൻഡ് അതിലുപരി ഇവിടെ വന്ന് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചതിലും വിശേഷങ്ങൾ പങ്കുവച്ചതിലും താങ്ക് യു സോ മച്ച്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യപൂർണമായ വിഷുദിനാശംസകൾ നേരുകയാണ്. സോ ടിൽ ദെൻ വി മീറ്റ്. ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഔട്ട് ഫ്രം സെലലോൺ. ബൈ.